ഹായ് ഹലോ ഡെയിലി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ടെറസിൻ്റെ മുകളിലത്തെ പരിപാടിയൊക്കെ ആയിട്ടോ. കാര്യം കുറച്ച് നാളായി എൻ്റെ മുകളിൽ കയറി ക്ലീനൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പിന്നെ പച്ചക്കറി അധികം ഇല്ല. കാര്യം തൈ മേടിച്ചാണ് ഇതിന് മുന്നേ വെച്ചിരുന്നത്. അപ്പോൾ ആ മേടിച്ച തൈയെല്ലാം പൊട്ട തൈയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. തക്കാളിയും വഴുതനയും മാത്രമേ ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയുള്ളൂ. അമരയ്ക്ക ഈ ലാസ്റ്റ് ടൈം മേടിച്ചില്ല, അതിന് മുന്നത്തെ പ്രാവശ്യം മേടിച്ചതായിരുന്നു അമരയ്ക്ക. അമരയ്ക്കയുടേത് കഴിഞ്ഞു, ആ ഒരു ഇത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ വിത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നാളായി എന്താ പറയുക, നമ്മുടെ ടെറസിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് 2 ആഴ്ചയായി. കാര്യം വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ബിസി ആയി പോയതുകൊണ്ട് പറ്റിയില്ല. ഇതാട്ടോ നമ്മുടെ അമരക്കയൊക്കെ ഇരുന്ന ഗ്രോ ബാഗ്. അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് കളഞ്ഞ് ആ ഒരു ഏരിയ അത്രയും ഗ്രോ ബാഗ് വേറെ ആക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് വെറുതെ ഇരുന്ന ഗ്രോ ബാഗിനകത്തൊക്കെ ഇഷ്ടം പോലെ പോച്ച കിളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം ഇങ്ങനെ കൂടുതലും 10 മണിയായി കിളിച്ചേക്കുന്നത്. ഇവിടെ നിന്നാന്ന് പോലും അറിയത്തില്ല. പിന്നെ നമ്മുടെ കൊഴുപ്പഞ്ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. വീഡിയോയ്ക്ക് എടുക്കാൻ കൊള്ളാമെന്ന് നിന്ന് ഡാൻസ് കളിച്ച് നോക്കുന്നത് അവൾ. അങ്ങനെ സ്നേഹയും മമ്മിയും അല്ലുവും പപ്പായും കൂടെ എല്ലാവരും ഇത് ക്ലീൻ ചെയ്യാൻ. ഞാനാണ് ഇവിടുത്തെ ക്യാമറാമാൻ. അപ്പം വീഡിയോ എടുത്തോണ്ടിരുന്നതാണ് ഞാൻ. അങ്ങനെ അവരതെല്ലാം ഒരുവിധം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് ഓരോരോ തൈയായിട്ട് വെത്തിടാനാ. തൈ മേടിച്ചിട്ട് അധികം കിട്ടുന്നില്ല. ഇതൊക്കെ തൈ മേടിച്ച് വെച്ചതാണ്. പക്ഷേ ഒരു ഗുണമില്ല. ഇത് തന്നെ ഇപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞാൽ ഇതിനകത്ത് കായൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ കുട്ടുവും അല്ലുമായിട്ടുള്ള വഴക്ക്. അതിനകത്ത് മൊത്തം തേച്ച് ഞങ്ങളിവിടെ വൃത്തിയാക്കാൻ വന്ന് നിൽക്കുന്നതല്ലോ. ഓരോ വൃത്തിയാക്കലിന് ശേഷവും ഉടുപ്പേനകത്താണ് മൊത്തം തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുവിധം കുറേയൊക്കെ ഞങ്ങൾ പോച്ചയൊക്കെ പിച്ചെടുത്തു കേട്ടോ. കാര്യം അതിനകത്ത് ഇനിയിപ്പം എന്താ പറയുക, എന്നിട്ട് ഇനി പ്രത്യേകിച്ച് വളമൊന്നും കാണത്തില്ല. കാര്യം ഈ പോച്ച ഇത്രയും നല്ല കിളിച്ച് വരണമെങ്കിൽ അതിനകത്ത് ആ മണ്ണിൽ അത്രയും ഉള്ളതുകൊണ്ട്. പിന്നെ ക്യാരറ്റിനകത്തും ഉള്ള ഈ പോച്ചയെല്ലാം മമ്മി പിടിച്ച് കളയുക. ക്യാരറ്റും അത്യാവശ്യം വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തോണ്ടി നോക്കുന്നുണ്ട് കേട്ടോ, ക്യാരറ്റ് ഉണ്ടോ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പിടിക്കുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ എന്തോരം വരും എന്നുള്ളത്. അങ്ങനെ അല്ലുമ്മയുടെ ഡയലോഗടിയൊക്കെ എല്ലാവരും കേട്ടോണ്ട് നിന്നുകൊണ്ട് തന്നെ കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്ന ഒരുവിധം. മഴയും വരാൻ പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം മഴയും ആയിരുന്നു. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ടാണ് ഞങ്ങൾ മുകളിലോട്ട് കയറിയത് തന്നെ. ഇപ്പോഴത്തെ വെയിലും ചൂടും അറിയാമല്ലോ. അതുകൊണ്ട് ടെറസിൽ കയറി ഒരുപാട് പരാക്രമമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം വിളവൊക്കെ ഇതിനകത്ത് കിട്ടുന്നുമുണ്ട്. ഈ നിൽക്കുന്ന പച്ചമുളകൊക്കെ പോയി കേട്ടോ. ഉണ്ടമുളകില്ലേ നമ്മളന്ന് പിച്ച് ചെയ്ത്, അതിൻ്റെയും പോയി. കുറേ ഞങ്ങൾ നോക്കി, ഇതൊക്കെ ഇട്ട് നോക്കി, പക്ഷെ വരുന്നില്ല. അതെല്ലാം അങ്ങ് മുരടിച്ച് പോയി. അപ്പം ഞാനിപ്പോൾ ഈ ഇതിനകത്ത് ഇടുന്നത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വിത്ത് ഞാൻ ഓൺലൈൻ വാങ്ങിയായിരുന്നേ. പേജ് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ കണ്ട് കോസ്മോസും നമ്മുടെ സൈപ്രസ് വൈനും പിന്നെ വിങ്കാഡേവ, അതായത് നമ്മുടെ കോസ്മോസ് ഏതാണെന്നറിയോ, തീപ്പൊരി പോലെ ഇരിക്കുന്ന പൂവിലെ ജമന്തിയുടെയൊക്കെ ഒറ്റ ഇതിലുള്ള അതിൻ്റെ വിത്തും, പിന്നെ സൈപ്രസ് വൈൻ നമ്മുടെ ആകാശമുല്ലയുടെ വിത്തും. ആകാശമുല്ലയുടെ 3 കളറാണെന്നും പറഞ്ഞാൽ ഞാൻ വാങ്ങിയത്. എനിക്ക് കിളിച്ച് വന്ന് പൂ ഇടുമ്പോൾ അറിയാം 3 കളറുണ്ടോ എന്നൊക്കെ. പിന്നെ നമ്മുടെ വിങ്കാടയും കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ദാണ്ട് ഇതൊക്കെ വെണ്ടയ്ക്കയുടെ വിത്താണ് മമ്മി ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞത് ഓരോന്നോരോന്നേ കൺഫ്യൂഷനായിട്ടോ എല്ലാ വിത്തും കൂടെ ഒരെണ്ണത്തിനകത്തിട്ട് ഇത് പിരിച്ച് നടന്നത് ഭയങ്കര പാടാട്ടോ. ചിലതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും കിളിച്ച് വരട്ടെ. അപ്പം നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് അല്ലുവും വിത്തിടുന്നുണ്ട്. ഒരു അല്ലു വിത്തിടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ, ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ അതൊന്നും കിളിച്ചോ എന്നുള്ളത്. അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഈ പയറും പാവയ്ക്കും എല്ലാത്തിൻ്റെയും ആ ഒരു കാലം കഴിഞ്ഞു അതിൻ്റെ. അങ്ങനെ അതെല്ലാം പിച്ചി കളഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് പുതിന കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല സെറ്റാക്കി അങ്ങോട്ട് വെക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തോളാമെന്നും പറഞ്ഞ് സ്നേഹ വന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ കലാപരിപാടികളാണ് ഈ കാണുന്നത്. അല്ലു നിന്ന് കറങ്ങുന്നുണ്ട്. ഇല്ല, ഞാൻ മറ്റേതിലാ പിടിച്ചത്, ലാൻഡ്സ്കേപ്പിലാ പിടിച്ചത്. അല്ലു നിന്ന് കറങ്ങുന്നത്. അങ്ങനെ വീഡിയോ പിടുത്തം സ്നേഹം ഏറ്റെടുത്തിരിക്കുക കേട്ടോ. ഞാൻ കുറച്ച് നേരം അവളുടെ വ്ളോഗില്ല.
എന്തായാലും ഞാൻ കുറച്ച് ക്ലീൻ ചെയ്യാന്നുള്ള രീതിയിൽ അവിടെയൊക്കെ ഗ്രോ ബാഗൊക്കെ അല്ലാതിരിക്കുകയല്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് കൃത്യമായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, കുറച്ചുകൂടെ എളുപ്പവും ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഡാൻസും ഉണ്ട്. അവൾക്ക് ബോറടിച്ച് തുടങ്ങി. സ്നേഹയുടെ വീഡിയോ പിടുത്തമാണ് ഞങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വൃത്തിയാക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ മലയും തെങ്ങും ആകാശമൊക്കെ എടുത്ത വീഡിയോ എന്തായാലും അവൾ എടുത്തില്ല, കണ്ടു. അങ്ങനെ അവളുടെ വീഡിയോ പിടുത്തമൊക്കെ കഴിഞ്ഞ് ഒരു സൈഡിൽ കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. വിത്ത് നടന്നുകൊണ്ട് അപ്പോൾ ഇപ്പം മെയിൻലി വിത്ത് നടാൻ കാര്യം മഴക്കാലമായി തുടങ്ങിയത് കൊണ്ട് അതാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കിളിക്കും. വിത്തൊക്കെ ഇട്ടാലും പെട്ടെന്ന് കിളിക്കും. അങ്ങനെ ഒരു സൈഡിൽ കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. വേണോന്ന് വേണ്ട കേട്ടോ, അവക്ക് കൊടുക്കത്തില്ല, ഞങ്ങൾ ടെറസ് വൃത്തിയാക്കുന്ന വീഡിയോ എടുക്കാൻ വന്ന് അത് പിടിക്കാൻ പറഞ്ഞത് അവളോട്. അവളുടെ എസ്തെറ്റിക്സും പിടിച്ചോണ്ടിരിക്കുക. എന്തായാലും കുഴപ്പമില്ല, എസ്തെറ്റിക്സ് എങ്കിൽ എസ്തെറ്റിക്സ്, വീഡിയോ നന്നായാൽ മതിയല്ലോ. കൊണ്ടുപോയല്ലേ ഒന്നുപോലും കിട്ടാത്ത മാങ്ങ അല്ല എന്താ പറയുന്നത്, പേരയ്ക്ക ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. ആർക്ക് കിട്ടാനാ, ഞങ്ങൾക്ക് എന്തായാലും കിട്ടുന്നില്ല. കണ്ടോ, അയ്യോ എന്താ KFC കൂടാനോ പട്ടിപ്പണി എടുക്കുന്ന ശരിട്ടാ. അങ്ങനെ പണിയൊക്കെ എടുത്തോണ്ടിരുന്നപ്പോഴതാണ്ട് ഈ മമ്മിയുടെ ഈ പോക്ക്, സത്യം പറയാലോ മമ്മിയുടെ ഈ പോക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിനക്കരയ്ക്കകത്ത് ഒരു ഡയലോഗില്ലേ, ഞാൻ കുറച്ച് അച്ചപ്പവും മുറുക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വേലിക്ക് കൊണ്ടുവന്നാൽ നീ തിന്നോടി കൊച്ചു തെറേസിയെ. എനിക്ക് പെട്ടെന്ന് ആ ഡയലോഗാണ്. അങ്ങനെ മമ്മി വേലിക്ക് പോയി മാങ്ങ വാങ്ങാൻ പോയതാട്ടോ അവിടുത്തെ ആൻറ്റി. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബാട്ടർ സിസ്റ്റമാണ്. ഇവിടുന്ന് ഞങ്ങൾ പച്ചക്കറികൾ അങ്ങോട്ട് കൊടുക്കും. ആൻറ്റിയുടെ വിളവെടുപ്പോയ മാങ്ങ, ചക്ക, തേങ്ങ ഒക്കെ അവിടുന്ന് ഇങ്ങോട്ടും കിട്ടും. ഞങ്ങൾക്ക് വേണ്ടി മാങ്ങ എടുക്കാൻ പോകുന്ന അപ്പുറത്തെ ആൻറ്റി. അങ്ങനെ വേലിക്ക് കൊണ്ടുവന്ന് തിന്നാൻ ഉള്ള സാധനങ്ങൾ എടുക്കാൻ പോയ അപ്പുറത്തെ മമ്മ. അപ്പം പെട്ടെന്ന് ഇത് വേലിയല്ല, മതിലുകളിലെ ഒരു എഫക്റ്റും ഉണ്ട്. അങ്ങനെ അവിടെ മമ്മി വെയിറ്റ് ചെയ്യുക മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് കുട്ടുവും വന്നായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ അല്ല ഐ മീൻ നീണ്ട കാത്തിരിപ്പിന് ശേഷം ആൻറ്റി വന്നിരിക്കുകയാണ് ഗൈസ്. മാങ്ങ കേട്ടോ, ആൻറ്റിയുടെ അവിടുന്ന് ആളെ വെച്ച് മാങ്ങ നല്ല നീളത്തിൽ നിൽക്കുക മരം. അപ്പോൾ മാവിനകത്ത് നിട്ട മാങ്ങ ആണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജ്യൂസ് അടിക്കുന്ന മാങ്ങ കേട്ടോ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് മാങ്ങ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. മാങ്ങ പിന്നെ സാരമില്ല, എന്തായാലും വീഡിയോ എടുക്കാൻ വിട്ടതല്ലേ, കണ്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് എൻ്റെ തക്കാളി കൂടെ ഒന്ന് ക്ലോസറ്റിൽ എടുക്കാനായിട്ട്, നമ്മൾ ക്ലോസറ്റിൽ എടുത്തോണ്ടിരിക്കുക. നല്ല വെളുത്ത് തക്കാളി കുറച്ച് കഴിയുമ്പോൾ ചുവന്നോളും. ഒരെണ്ണം ഞങ്ങളുടെ മമ്മി ഇളക്കി നോക്കിയായിരുന്നു ക്യാരറ്റായോ പറയും. കുനിഞ്ഞെടുക്കാൻ വയ്യാത്തതുകൊണ്ട് കാര്യം കൊണ്ട് നീക്കിയെടുക്കുന്നു. ലേസി പീപ്പിൾ ഹാവ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് സത്യമാണ്. കേട്ടില്ലേ, തലകോലമായി കിടന്നത് ഞങ്ങൾ തൂത്തെടുത്തിട്ടുണ്ട്. മാങ്ങയെടുത്ത് വിജയകരമായി വന്ന് നിൽക്കുന്ന മമ്മി. ഈ കുക്കപ്പറൊന്നും കണ്ടിട്ട് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. കാര്യം അതിൻ്റെ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളത്. കാട്ടുവെള്ളരിയാണ്, അത് നല്ല കയ്പാണ് അവസാനം. അപ്പോൾ ആ ഒരു തയ്യൽ ഞങ്ങൾ പിച്ചിക്കളയും. അങ്ങനെ ഞങ്ങളുടെ ഒരു 2 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു വിധം ഒന്ന്
തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ല, തൂത്ത് വൃത്തിയാക്കി കുറച്ച് വിത്തും പാകിയിട്ടുണ്ട്. കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും കുറച്ച് കുക്കുംബർ പോവുകയാണ് ഗൈസ്. എങ്ങനെ പന്തല് നശിപ്പിച്ച് കുക്കുംബറും പോയി, പയറും പോയി, എല്ലാം പോയി. ഇതൊരു അതിൻ്റെ കൂട്ടത്തിൽ സ്വാനും പോകുന്നു. അതിൻ്റെ പേരെന്തുവാ? കൊറ്റി അല്ല, എന്നതിൻ്റെ പേര് ഇങ്ങനെ പറന്നു പോകുന്ന വെള്ള സ്ഥലത്തിൻ്റെ പേര് അല്ല, ആ കൊക്ക്. അതന്നെ കൊക്ക്. ബള ആ 2 തക്കാളി തൈയും കൂടി ഇതിന്റെ ഇടയ്ക്ക് ബള. ഇല്ല ഇല്ല, ആരും എടുക്കത്തില്ല. അങ്ങനെ വിജയകരമായി ഒരു പോർഷൻ ക്ലീൻ ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് ഈ ഡാൻസും മേളമൊക്കെ. അവസാനത്തെ കലാശക്കോട്ട. ഈ കലാശക്കോട്ടയും കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞ് ഞങ്ങൾ പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എന്താ, ഇപ്പോൾ പോയിട്ട് വരാം. ബൈ.